പോലീസ് പടയ്ക്ക് മുൻപിൽ കത്തിക്കയറുകയാണ് ഷാഫി പറമ്പിൽ. കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫിയുടെ കാർ തടഞ്ഞ അന്ന് തന്നെ ഷാഫി പറമ്പിൽ നോക്കിവെച്ച പോലീസ് ഏമാന്മാർക്കിപ്പോൾ ആട്ടം നോക്കിയിരിക്കേണ്ട ഗതികേടിലാവുകയാണ്. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ ഗുണ്ടകളെന്ന് വിശേഷിപ്പിച്ച ഷാഫി അവസാനം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്: ഇവരെയൊക്കെ നയിക്കുന്ന മുഖ്യ ഗുണ്ടയാണ് കേരളത്തിന്റെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയെന്ന്. ഷാഫി പറമ്പിൽ എന്ന MP വടകരയിലൂടെ പോകുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുന്നത് അറിഞ്ഞിട്ടും ഷാഫിയുടെ വാഹനം വഴിതിരിച്ചുവിടേണ്ട പോലീസ് പ്രതിഷേധക്കാർക്ക് മുന്നിൽ ഷാഫിയെ കൊണ്ടിടുകയാണ് ചെയ്തത്. എന്നാൽ മുണ്ടും മടക്കി കുത്തി ഈ പറഞ്ഞ ഗുണ്ടകളെ ഒതുക്കാൻ ഷാഫി പറമ്പിൽ എന്ന MP കാറിൽ നിന്നിറങ്ങുമെന്ന് ഒരിക്കലും ഒരു പോലീസും കരുതിയില്ല. എന്നാൽ ഉറഞ്ഞു തുള്ളുന്ന ഷാഫിയാണ് നമ്മൾ നടുറോട്ടിൽ കണ്ടത്. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാത്തിനുമുള്ള മറുപടി കനത്തിൽ കൊടുക്കാൻ യാതൊരു മടിയും ഷാഫി കാണിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകുന്ന പോലീസുകാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരത്തെ ഓരോന്നോരോന്നായി എടുത്തിട്ടുകൊണ്ട് പോലീസിന് മുൻപിലും ജനങ്ങൾക്ക് മുൻപിലും നിർത്തുകയാണ് ഷാഫി പറമ്പിൽ. ആ രംഗങ്ങളൊന്ന് കാണാം. കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കേരളത്തിലെ എല്ലാ പോലീസുകാരും കൊള്ളരുതാത്തവരായിട്ടുമല്ല. പക്ഷെ ഭരണവും ഇടപെടലുകളും നടപടികളും ഒക്കെ ചില ഗുണ്ടകളുടെ കൈകളിലേക്ക് ഭരണത്തിന്റെ പിന്തുണയോടെ എത്തിച്ചു കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. മൃതഭാവേ എന്ന് പറയുന്നു. എന്താ മൃതഭാവേ? അടിച്ചു കൊല്ലാനാക്കലാണോ മൃതഭാവേ? അടിച്ചു കൊല്ലലാണോ മൃതഭാവേ? എന്നിട്ട് ദൃഢകർത്ത എന്ന് പറയുന്നു. എന്താ ദൃഢമായിട്ടുള്ളവരുടെ കർത്തവ്യം? ഈ ഗുണ്ടകൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ലിസ്റ്റിൽ ഒപ്പിടലാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഇപ്പൊ അടുത്ത ദിവസം നിങ്ങൾ കണ്ടതല്ലേ, കൊടിസുനി കേരളം കണ്ട ഏറ്റവും ക്രിമിനൽ ഒരാൾ ക്രൂരമായ കൊലപാതകത്തിൽ വടകരയിലെ ജനങ്ങൾക്ക് മറ്റാരെക്കാളും അറിയാം. മനുഷ്യന് നിരക്കാത്ത ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കൊടും ക്രിമിനൽ. ആ കൊടും ക്രിമിനലിന് ഇഷ്ടപ്പെട്ട ജയില് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുക. ആ കൊടും ക്രിമിനലിനും സംഘത്തിനും ഇഷ്ടപ്പെട്ട പരോളുകൾ ഈ ഗവൺമെന്റ് അനുവദിച്ചു കിടക്കുക. അവർ ഉള്ളിലാണോ പുറത്താണോ കൂടുതലെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് സംശയം വരുന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കൊടിസുനിക്ക് പരോള് കൊടുക്കുന്നതും പോലെ ഇനി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് വണ്ടി നിർത്തി കൊടുക്കുക. എന്നിട്ട് കാറിന്റെ മേലെ പ്ലേറ്റിൽ ചിക്കനും കയ്യിൽ സ്മോളും ഈ കൊടും കൊലപാതക കൃത്യത്തിന് നേതൃത്വം നൽകിയ ക്രിമിനലുകൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണം വീശാൻ ടച്ചിങ്സും അവിടെ കൂടെ സാധനങ്ങളും വെച്ച് കഴിക്കാനും കേരളത്തിലെ പോലീസ് കൂട്ടുനിൽക്കുമ്പോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് കൊടിസുനിമാരാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ട് മനസ്സിലാവുക. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ജയിലിടുമ്പോ ജയിലിനകത്ത് നിന്ന് അവൻ വേറെ കുറ്റം ചെയ്യുന്നു. കൊട്ടേഷൻ എടുക്കുക, ജയിലിനകത്ത് നിന്ന് ഫോൺ വിളിച്ചിട്ട് പുറത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തുക, ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ കൊട്ടേഷൻ എടുക്കുക, സ്വർണ്ണക്കച്ചവടം നടത്തുക, സ്വർണ്ണ തട്ടിപ്പ് നടത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ കേരളത്തിൽ അനുമതി കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇതിനൊക്കെ അനുമതി കൊടുത്തിട്ട് അനങ്ങാതിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തിരുന്നിട്ട് കേരളത്തിന്റെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് മാത്രമേ താങ്കളുടെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പിണറായി വിജയനോട് പറയാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തേക്ക് പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഇവിടെ പന്നിയങ്കര പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന വാർത്തകൾ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത് ആളുകൾക്ക് പരാതി കൊടുക്കാൻ പോകാൻ പോലും പേടിയ. കാരണം കൊടുക്കാൻ പോയവന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് ഇന്നത്തെ വാർത്തയിൽ നമ്മൾ പറയുന്നുണ്ട്. കൊടുത്തവന്റെ കാര്യം പോട്ടെ, ഒരു CCTV ദൃശ്യം ചോദിച്ചിട്ട് 5 വർഷമായിട്ട് വിവരാവകാശം ചോദിച്ചിട്ട് കിട്ടാത്തതെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് അതിന്റെ വിവരം കിട്ടാതിരിക്കുക. 5 വർഷമായിട്ട് കുമാരട്ടെ അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാനുള്ള ആർജം ഉണ്ടാവും. ഇതൊന്ന് ഇപ്പോഴും അവർക്ക് സസ്പെൻഷൻ, ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ സസ്പെൻഷൻ അതൊരു താൽക്കാലികം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അവരെ പിരിച്ചുവിടാതെ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെ സസ്പെൻഷൻ എന്ന് പറയുന്നത് വലിയൊരു നടപടിയായിട്ട് ആരും കരുതണ്ട. തൽക്കാലം ഒന്ന് മാറ്റി നിർത്തണ്ട. എന്നിട്ട് സമയമാകുമ്പോൾ അവരെ തിരിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി തിരിച്ചെടുക്കാനുള്ള സമയം ഈ ഗവൺമെന്റിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളത് അതുകൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ കുത്തഴിഞ്ഞ സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസിംഗ് മാറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ ബാബുവേട്ടന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. എവിടെ? അത് പണിയില്ല, ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ചില അസ്വസ്ഥർ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് ഈ നിമിഷം വരെ ആ ബോംബെറിഞ്ഞവരിൽ കേസെടുത്തത് ഇപ്പൊ പിടിക്കും, ഞങ്ങൾ ഇപ്പൊ അകത്തിടുന്നു പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നു, ഒരു വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് അതിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പോലും ആരാണെന്ന് കണ്ടെത്താനോ പിടിക്കാനോ അതല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് മിണ്ടാതിരിക്കാനോ ആണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. RMP നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു.
അതെവിടെയായിരുന്നു? ആരോഗ്യ നേതാവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി. ചെറിയ കുഞ്ഞു കിടന്നുറങ്ങുന്ന കട്ടിലേക്കാണ് ജനലും കിടന്നിട്ട് ഈ ചില്ല് വന്ന് പൊട്ടിയവരെറിഞ്ഞിട്ട് പൊട്ടിയവരവിടെ ഉണ്ടായി. ചെറിയ കുഞ്ഞു കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഇതുവരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ പോലീസിന്റെ പണി? ഒരു വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ട് ആരാണ് പ്രതി എന്ന് പറയാൻ പോലീസ് തയ്യാറാവുന്നില്ല. ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഒന്നും വേണ്ട, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന CPM-ന്റെ നേതാക്കന്മാർ, DYF-യുടെ നേതാക്കന്മാർ, ഒരു മറുപടി ഞങ്ങളോട് പറയണം. ആരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടെ വ്യാജമായ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് കേരളത്തിലെ പോലീസ്, വടകരയിലെ പോലീസ്, കോഴിക്കോട്ടെ പോലീസ് പറയണം. ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയിട്ട് അവസാനം ഇപ്പോ DYF-യുടെ നേതാവിന്റെ അടുക്കലെത്തിയിട്ട് അയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ അന്വേഷണം എടുത്ത് അട്ടത്ത് വെച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന് പറയണം. ഞാൻ ചോദിക്കുന്നത്, ഇതിലൊന്നും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യട്ടെ. പോലീസുകാരെ പിരിച്ചുവിട്ടിട്ട് DYFI SFI പോലെ ഒരു പോഷക സംഘടനയാക്കി പ്രഖ്യാപിച്ചിട്ട് നിങ്ങളുടെ പാർട്ടി അങ്ങോട്ട് കൊണ്ടുവരണോ? കേരളത്തിലെ ജനങ്ങൾ എന്തിനാണ് നികുതി പണത്തിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്? ആരാ അവിടെ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളുടെ കയ്യിലല്ലേ ഭരണം, നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ്, നിങ്ങളുടെ കയ്യിലല്ലേ തെളിവുകൾ, നിങ്ങളുടെ കയ്യിലല്ലേ സൈബർ സെല്ല്, നിങ്ങളുടെ കയ്യിലല്ലേ മുഴുവൻ സംവിധാനങ്ങളും. എന്താ ഇത്രയും ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും നിയമം ഇവിടെ നിലനിൽക്കണമെന്നും ക്രമസമാധാനം ഐക്യവും നാട്ടിൽ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിയാനുള്ള അവസരം നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നത്? ചെയ്തത് ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ കാത്തുവെച്ച് കെട്ടിക്കിടക്കുവോ? ചെയ്തത് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടപടിയെടുക്കാതിരിക്കുവോ? ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ, എന്നാൽ ചെയ്തത് നിങ്ങൾ തന്നെയാകുമ്പോ നടപടികൾ ഫ്രീസറിൽ, അതിന്റെ അന്വേഷണം ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച CPM-കാർ ആരാണെന്ന് വെളിപ്പെടുമെന്ന് ഭയന്നിട്ടാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ അനിവാര്യമായ മാറ്റം, ആ മാറ്റം ഇവിടെ സംഭവിക്കുമ്പോ അത് ചെയ്തവരെ നമ്മൾ പുറത്തു കൊണ്ടുവരും. ഈ നാട്ടിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിന് ലെവലേഷൻ സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ജനങ്ങളുടെ മനസമാധാനത്തെ തകർത്തൊരു ഗവൺമെന്റും പോലീസുമാണ് ഇവിടെ ഉള്ളത്. വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ അവരുടെ ആശങ്കകളെ ആകാശത്തോളം എത്തിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത്. ക്രിമിനലുകൾക്ക് ചാകര കാലമാണ്, ഗുണ്ടകൾക്ക് പിണറായി പോലീസിന്റെ കാലം, ഗുണ്ടകൾക്ക് ചാകര കാലമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. കടപ്പുറത്ത് ചാകര വന്നോ? വന്നിട്ടില്ല ചേട്ടാ? ഇല്ല, വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഗുണ്ടകൾക്ക് ചാകര വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാ കൊട്ടേഷൻ അംഗങ്ങളുടെ കാര്യങ്ങളും അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. പോലീസ് അവരെ തൊടില്ല. എന്നാൽ പാവപ്പെട്ടവൻ നീതി അന്വേഷിച്ചെന്നാൽ അവനെ ഇടിച്ച് കൊലക്കുന്ന ഈ പറയുന്നത് പോലെ അവനെ ഇടിച്ച് കൊല്ലാക്കൊല ചെയ്യും. അതിന് ചോദ്യം ചെയ്യാനോ ആരുമില്ല. അവിടെയും ഗവൺമെന്റിന്റെയും വകുപ്പിന്റെയും തലത്തിൽ ആരുമില്ല, തലപ്പത്ത് ആരുമില്ല. സത്യം പറഞ്ഞ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പില്ല. ഇവിടെ ആകെ ഉള്ളത് കുറച്ച് ഗുണ്ടകളുടെ വിഹരം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ വിഹാര കേന്ദ്രമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ മാറ്റിയ പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല. APCC ആഹ്വാനപ്രകാരം കേരളത്തിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഈ ജനാധിപത്യ പ്രതിഷേധം നടക്കുകയാണ്. ഈ ജനാധിപത്യ പ്രതിഷേധം നടത്തുന്നത് ഇതിന്റെ അവസാനഘട്ട സമരമായതുകൊണ്ടല്ല, ഞങ്ങളുടെ ആദ്യഘട്ട സമരമാണിത്. പോലീസ് തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ, പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ തീയിടാൻ, ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രതിഷേധങ്ങളിൽ തന്നെ അവർക്കെതിരെ പ്രതിഷേധത്തിന്റെ തീയായി മാറാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ, UDF പ്രവർത്തകർ തയ്യാറാവും. പോലീസിനോടും വളരെ സ്നേഹത്തോടെ പറയുന്നു, ശമ്പളം AKG സെന്ററിൽ നിന്നല്ല, ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്നാണ്. അതിലേക്ക് പണമെടുക്കുന്നത് CPM പണപ്പിരിവ് നടത്തിയിട്ടല്ല, ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ്. ആ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കേണ്ടവന്റെ കൂറ് പാർട്ടി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഡയറക്ഷനുകളോടല്ല, അതിന് ലഭിക്കേണ്ട കൂറ് അത് ഈ നാട്ടിലെ ജനങ്ങളോടായിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽകിഫിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. പോലീസ് നിർത്തിക്കൊടുക്കുക അടിക്കാൻ. ഞാൻ തന്നെ ടൗൺ ഹാളിൽ നിന്ന്